ഒന്നും എഴുതാത്തതെന്തേ എന്ന് സുഹൃത്ത് വീണ്ടും ചോദിക്കുന്നു. എഴുത്തിനും കവിതയ്ക്കുമപ്പുറമാണ് ഗസയുടെ ചൂട് എന്ന് ഞാൻ പറയുന്നു. രാപ്പകൽ മരണം കനൽ പെയ്യുന്ന ഒരിത്തിരി തുണ്ട് ഭൂമിയെക്കുറിച്ച്, വേവുന്ന തലച്ചോറിൻ്റെ ചൂടുപറ്റി ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, നാളെ പുലരുമോ എന്നുറപ്പില്ലാതെ ഉറങ്ങാൻ ശ്രമിക്കുന്ന അമ്മമാരെക്കുറിച്ച്, ജന്മം കൊണ്ടേ നൽകിയ വാഗ്ദാനം പുലരുന്നതും കാത്ത് രക്തസാക്ഷിത്വം തേടിയിറങ്ങിയ യുവതയെക്കുറിച്ച് എന്തെഴുതാൻ എന്നല്ല, എങ്ങനെ എഴുതാനാണ്. ചോരയല്ല, ആത്മാഭിമാനത്തിൻ്റെ ഒലിവ് പൂക്കളാണ് ഗസയുടെ സിരയൊഴുക്ക്. മറ്റൊന്നുമല്ല, നിശ്ചയദാർഢ്യത്തിൻ്റെ വീര്യമാണ് അതിൻ്റെ ചേരുവ. എന്നോളം എനിക്കറിയാം അരക്ഷിതത്വത്തിൻ്റെ വേവും ചൂടും. അതിനാൽ സുഹൃത്തെ, എഴുത്തിനുമപ്പുറമാണ്, അല്ല, കാലത്തിനും സമയത്തിനും ആകാശങ്ങൾക്കുമപ്പുറമാണ് ഗസ. ഗ്രീക്കും റോമുമല്ല, ദില്ലിയും പേർഷ്യയുമല്ല, അമേരിക്കയും റഷ്യയുമല്ല. അതെല്ലാം പിന്നിലായിപ്പോയ കെട്ടുകഥകളാണ്. ഗസയാണ് പുതുകാലത്തിൻ്റെ ചരിത്രം, വരും കാലത്തിൻ്റെ നാന്ദി. ഗസയാണ്.